നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് വെച്ച് KSRTC ബസ്സിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. വലഞ്ഞ് ബസ് തൊഴിലാളികളും യാത്രക്കാരും. തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KSTA തൃപ്രയാറിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് KSRTC ബസ്സിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം. യാത്രക്കാരനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ തളിക്കുളം സ്വദേശി ഫാസിലിനെ പോലീസ് പിടികൂടി. മമ്മിയൂർ സ്വദേശി സാബു K ശങ്കരനാണ് പരിക്കേറ്റത്. എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ വെള്ളിയാഴ്ച രാത്രി 9-നായിരുന്നു സംഭവമുണ്ടായത്. ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിലിരുന്ന് ശല്യമുണ്ടാക്കിയ ഫാസിലിനെ കണ്ടക്ടർ പുറകിലേക്ക് മാറ്റിയിരുത്തി. ഇതിൽ പ്രകോപിതനായ യുവാവ് സമീപത്തിരുന്നിരുന്ന സാബുവിനെ കൈമുട്ടുകൊണ്ടിടിച്ചു. തുടർന്ന് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡുകൾ ഉപയോഗിച്ച് സാബുവിനെ ആക്രമിച്ചു. ശരീരത്തിലും മുഖത്തും സാബുവിന് സാരമായി മുറിവേറ്റു. തുടർന്ന് ഇയാൾ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ പരാക്രമം കണ്ട് ബസ്സിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ മോഹാലസ്യപ്പെട്ടു വീണു. യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. നാട്ടുകാരും സഹയാത്രക്കാരും പോലീസും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴടക്കി ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റ സാബു K ശങ്കരൻ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണം നടത്തിയ ഫാസിൽ നിരവധി ക്രിമിനൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ല. പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചപ്പോൾ ഇവിടുത്തെ സുലഭ് ശൗചാലയങ്ങളും അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡ് നിർമ്മാണം കഴിയും വരെ യാത്രക്കാരും ബസ് തൊഴിലാളികളും എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ്. 8 കോടി രൂപ ചെലവിട്ടാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കെട്ടിടം പൊളിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച ഫയൽ ധനകാര്യ വിഭാഗത്തിന്റെ പരിഗണനയിലാണ്. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ട് വേണം ടെൻഡർ നടത്തി നിർമ്മാണം തുടങ്ങാൻ. ബസ് സ്റ്റാൻഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അടച്ചുപൂട്ടിയെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ വരുന്നുണ്ട്. ബസ് കാത്തുനിൽക്കുന്നവർ ശൗചാലയം അടച്ചതോടെ വെട്ടിലായി. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും. ചൊവ്വാഴ്ച നാലമ്പല തീർത്ഥാടനം തുടങ്ങാനിരിക്കെ ശൗചാലയം അടച്ചത് ഇവരെയും ബുദ്ധിമുട്ടിക്കും. ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ ബസ് തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. BMS ബസ് തൊഴിലാളി യൂണിയൻ ശൗചാലയത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. BMS ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി UV ശ്രീവിലാസ് ഉദ്ഘാടനം ചെയ്തു. മൈക്കിൾ പുലിക്കോട്ടിൽ, CM ഷംസുദ്ദീൻ, അഭിറാം, PS സലീഷ് എന്നിവർ സംസാരിച്ചു. ബസ് സ്റ്റാൻഡിൽ ബദൽ സംവിധാനം കാണുകയോ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയോ ചെയ്യണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. നിരവധി തവണ പഞ്ചായത്തിൻ്റെ അധികൃതരെ സമീപിക്കുകയും ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് പറയുകയും അവർക്ക് നിവേദനവും പരാതിയൊക്കെ ആയിട്ട് പോവുകയുണ്ടായി. അതിനുശേഷം ഇത്രയും നാളായിട്ട് ഇപ്പോൾ പറയും ലാസ്റ്റ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബിൽഡിങ് ബസ് സ്റ്റാൻഡ് പൊളിച്ച് നീക്കുകയാണ്. ആയിക്കോട്ടെ, അതൊന്നും നമ്മൾക്ക് കുഴപ്പമില്ല. തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ബസ്സുകളിലെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഇപ്പോൾ തന്നെ 15-ാം തീയതി 2 ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ തൃപ്രയാർ നാലമ്പല ദർശനം ആരംഭിക്കുകയാണ്. അവിടെ വരുന്ന നമ്മളുടെ ഭക്തർക്കും ആയിരക്കണക്കിന് ഭക്തർ വരുന്ന തൃപ്രയാർ ആകെ ഏക കേന്ദ്രം ഇത് മാത്രമാണ്. നമ്മുടെ തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിൽ വലിയ കാര്യങ്ങൾ അതിന് പോലും സാഹചര്യമൊത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥ എത്രയും പെട്ടെന്ന് ഇത് നീക്കി ശൗചാലയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആക്കിത്തരണം, അല്ലെങ്കിൽ ബദൽ സംവിധാനം കണ്ടെത്തി പഞ്ചായത്തിൻ്റെ അധികൃതർ കണ്ണു തുറക്കണമെന്നും മാനദണ്ഡമാണ് അറിയിക്കുന്നത്. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ധർണ നടത്തി. തൃപ്രയാർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ധർണ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് T വിനോദിനി ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് NK സുരേഷ് കുമാർ അധ്യക്ഷനായി. TV വിനോദ്, PB സജീവ്, ശാരിക സജീവൻ, KJ സന്തോഷ് കുമാർ, MD ദിനകരൻ, KR ബൈജു, AV സുദർശിനി എന്നിവർ സംസാരിച്ചു.
ചാഴൂർ കാട്ടുങ്ങൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടുനിന്ന അഷ്ടബന്ധ നവീകരണ കലശാഭിഷേകത്തിന്റെ സമാപനം കുറിച്ചു. ഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ എന്നിവ നടന്നു. തുടർന്ന് താളവാദ്യമേളങ്ങളോടെയും താലഘോഷങ്ങളുടെയും അകമ്പടിയോടെ കലശങ്ങൾ എഴുന്നള്ളിച്ച് അഷ്ടബന്ധ ന്യാസം, പരികലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, സബരിവാര പൂജ, പതിവ് നിശ്ചയിക്കൽ, ആചാര്യദക്ഷിണ, അമൃതഭോജനം എന്നിവയും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, ഗജാഞ്ചി രഞ്ജൻ, മുഖ്യ രക്ഷാധികാരി അശോകൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജിയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് കൃഷ്ണതേജ പോകുന്നത്. ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാണിന് ഗ്രാമവികസനം, പഞ്ചായത്ത് രാജ് വകുപ്പുകളുടെ ചുമതലയാണ്. പ്രളയം, കോവിഡ് കാലത്ത് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കൃഷ്ണതേജയെ പരിഗണിക്കാൻ കാരണം. ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണതേജ 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. തൃശൂർ സബ് കളക്ടർ, ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് തൃശൂരിൽ കളക്ടറായി എത്തിയത്. പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് പോകുന്നതിന് ഡെപ്യൂട്ടേഷന് കൃഷ്ണതേജ അനുമതി തേടിയിരുന്നു. സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്നറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. തൃശൂർ കളക്ടറായി 20 മാസം പൂർത്തിയാകുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ചുമതല ഒഴിഞ്ഞ് കേരളം വിട്ട് ആന്ധ്രയിലേക്ക് പോകുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ്, തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം. കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. ചേട്ടാ,
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. SNDP യോഗം കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖ പൊതുയോഗം ചേർന്ന് ഗുരുദേവ ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് രാജേന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി. നാട്ടിക യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യിൽ, മരണാന്തര സഹായ സമിതി ചെയർമാൻ VR സി ദാസ്, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ജ്യോതീന്ദ്രൻ, സെക്രട്ടറി രാധാ സുദേവൻ, ശാഖാ വൈസ് പ്രസിഡന്റ് TN ശശി, സുധീർ സിംഗ് കൊണ്ടിയാറ എന്നിവർ സംസാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് രാമലക്ഷ്മണന്മാരാണല്ലോ അല്ലേ? കാരണം ഹനുമാൻ വേണ്ട, ഹനുമാൻ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും പറയാ, സിംഗേട്ടനും നരേന്ദ്രേട്ടനെയും ഞങ്ങൾ വിശേഷിപ്പിക്കുക രാമലക്ഷ്മണന്മാർ. കാരണം എന്തിനും രാമന്റെ ഒപ്പം. ഇപ്പൊ രാമന്റെ കാര്യം കൂടുതൽ പറയാൻ പേടിയാ. ശാഖയിൽ പോയിട്ട് ഇങ്ങനെ കയറി വന്ന മാതിരി ചിലപ്പോൾ അതേപോലെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം അത്രയും ദേഷ്യമാണ് ഒരു വിഭാഗം ആളുകൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം യൂണിയന്റെ ഇതുപോലെയുള്ള ഒരു ചതയാഘോഷ മീറ്റിംഗ് വിളിച്ചപ്പോൾ സമകാലിക വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞത് തൊട്ടുള്ള SNDPക്ക് ഉണ്ടായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി, ഒരു വിലയും നിലയും നമ്മളുടെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ മുഴുവനും ഒരുപക്ഷെ SNDPക്കാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ബോധത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ പെരുങ്ങോട്ടുകര മൂന്നുംകൂടി സെന്ററിൽ പ്രവാസി വ്യവസായി CP സാലിഹിന്റെ സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. മുൻ കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളിപ്പോൾ ഇന്ന് പുതിയതായി ഇവിടെ ഉള്ള ഈ സ്ഥലത്ത്, ഇവിടുത്തെ തരിശായി കിടക്കുന്ന ഈ പ്രദേശം ഏകദേശം 2 ഏക്കറോളം ഉണ്ടെന്നാണ്. ആ സ്ഥലത്ത് നമ്മൾ ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ എൽത്തുരുത്തിൽ ഇതുപോലെ തന്നെ ഒരു പ്രദേശത്ത് നമ്മൾ കൃഷി ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 മേഖലയിലാണ് നമ്മളിപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷി നടത്തുന്നത്. പെരിങ്ങോട്ടുകരയിലെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റ് ചടങ്ങുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇത് CK സാലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭൂമിയാണ് നമുക്ക് വിട്ടു തന്നിരിക്കുന്നത്. കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി നമ്മളിവിടെ തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. KK രാജേന്ദ്ര ബാബു അധ്യക്ഷനായി. ബാബു വിജയകുമാർ, വിൽസൺ പുലിക്കോട്ടിൽ, KP സന്ദീപ്, CR മുരളീധരൻ, MV സുരേഷ്, ശുഭ സുരേഷ്, പ്രകാശൻ കരാട്ടുപറമ്പിൽ, സീന അനിൽകുമാർ, മീന സുനിൽ, രഹന പ്രജു എന്നിവർ സംസാരിച്ചു. നാട്ടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഈ വർഷവും തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്മയ്ക്ക് ഒരു വീടിനായി ഒരുങ്ങുന്നു.
SN ട്രസ്റ്റ് സ്കൂളിൽ തന്നെ 17 വർഷമായ കുട്ടികൾക്കായി ഭക്ഷണം പാചകം ചെയ്യുന്ന ചേച്ചിക്കാണ് വീട് പണിത് നൽകുന്നത്. വീട് പണിയുന്നതിലേക്കായി ചേച്ചിയുടെ മരിച്ചുപോയ മകൻ പ്രശാന്തിന്റെ SSLC സഹപാഠികളുടെ കൂട്ടായ്മ വീടിന്റെ തറപണിക്കാവശ്യമായ സിമന്റിനുള്ള തുക കൈമാറി. അംബിക ഭരതൻ, നിർമ്മൽ ദാസ്, ഹാരിസ്, രേവ സുനിൽ, നൌഷാദ്, ദിനിൽ, സുധീർ, റഹ്മാൻ, ജോയ് എന്നിവരാണ് തുക ശേഖരിച്ചത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് KR രഘുറാം, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ EB ഷൈജ, രശ്മി, വിജി എന്നിവരും പങ്കെടുത്തു. SN ട്രസ്റ്റിലെ NSS യൂണിറ്റ് നമ്മുടെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനോടനുബന്ധിച്ച് അമ്മയുടെ ഒരു മകൻ മരിച്ചു പോയിരുന്നു. ആകൊരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ 10ാം ക്ലാസ്സിലെ വാട്സപ്പ് കൂട്ടായ്മ ആ തറപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സിമൻറ്റ് വാങ്ങിക്കുന്നതിനുള്ള തുക കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 26 നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിമ്പ്രം SN സെന്റർ അമ്പാടി ബാലഗോകുലം 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. അധ്യക്ഷനായി അപ്പു ആലപ്പാട്ട്, ആഘോഷ പ്രമുഖ് വിഷ്ണു പനക്കപ്പറമ്പിൽ, നിധി പ്രമുഖ് രാംമോഹൻ മുറ്റുച്ചൂർ, സഹ അധ്യക്ഷൻ മുറിയപുരയ്ക്കൽ അഖിൽ, സഹ ആഘോഷ പ്രമുഖ് ശ്രീമോൻ മടത്തിപ്പറമ്പിൽ, സഹ നിധി പ്രമുഖ് TS പ്രശാന്ത്, കോർഡിനേറ്റർ MN സുരേഷ്, ധനീഷ് മടത്തിൽ പറമ്പിൽ, ഗൾഫ് കോർഡിനേറ്റർ സുവിൻ സുരേഷ് മടത്തിപ്പറമ്പിൽ എന്നിവരെ ആഘോഷ സമിതിയിൽ തെരഞ്ഞെടുത്തു. അമ്പാടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളോടുകൂടിയ ശോഭയാത്രയും ഗോപൂജയും ഉറിയടി മത്സരവും നടത്തുന്നുണ്ട്. തളിക്കുളം SN സമാജം വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഭിന്നശേഷി വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആം റെസ്ലിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ മണപ്പുറത്തുകാരിയായ VD കൃഷ്ണാഞ്ജനയെയും ചടങ്ങിൽ ആദരിച്ചു. സമാജം ഹാളിൽ നടന്ന യോഗം വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ EB പ്രമോദ് അധ്യക്ഷനായി. സെക്രട്ടറി MK ജനാർദ്ദനൻ, പ്രിൻസിപ്പൽമാരായ MA ആശ, PP ഷിജി, സമാജം ട്രഷറർ ER രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ആ പ്രോജക്റ്റ് അവർക്ക് വേണ്ട, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റാണ്ടായി. വെള്ളിക്കുളങ്ങര സ്കൂളിലേക്ക് പോകാൻ പറ്റാണ്ടായി. അങ്ങനെ വെള്ളിക്കുളങ്ങര സ്കൂളിൽ പോകാൻ പറ്റാണ്ടായപ്പോ ഈ കുട്ടികൾക്ക് വീട്ടിലൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് പറയുന്നത്, വീട്ടില് അത് സ്ട്രക്ചർ പ്രശ്നം. നിങ്ങൾ പറഞ്ഞു ഞങ്ങള് വെള്ളിക്കുളങ്ങരയിലെ പഞ്ചായത്ത്, മറ്റൊരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഇവർ നോക്കിയപ്പോ ഇവരൊക്കെ ആശ്രയ പദ്ധതിയില്ല. അവർക്ക് ഇഷ്ടംപോലെ അരി ഉണ്ട്, ഗോതമ്പുണ്ട്, പഞ്ചസാര ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് പാകം ചെയ്യുന്ന പണിയില്ല. ആ പണിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? നമുക്കൊക്കെ കാലങ്ങളായി പരിചയമുള്ള സ്ഥലം അടുക്കള. പക്ഷെ ഇവര് കാട്ടിൽ അലയുന്ന മനുഷ്യരാണ്. അമ്മയും കുട്ടിയും കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ കാട്ടിൽ അലഞ്ഞ് വനവിഭവങ്ങൾ തേടുന്ന മനുഷ്യർ. അവർക്ക് അടുക്കള എന്നുള്ള ശീലം ഇല്ല. പെരുങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്വാഗത് എന്ന പരിപാടി സംഘടിപ്പിച്ചു. +1 കുട്ടികളെ സ്വാഗതം ചെയ്യുന്ന ഈ പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളുടെ തനത് വേഷങ്ങളണിഞ്ഞ അധ്യാപകർ നൃത്താവിഷ്കാരത്തോടെ കുട്ടികളെ വരവേറ്റു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ വാടാനപ്പള്ളി കർഷക കോപ്പറേറ്റീവ് സൊസൈറ്റി ആദരിച്ചു.
സംഘം ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംഘം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ VR ഷിജിത്ത് അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വൈസ് പ്രസിഡന്റ് CM നിസാർ, സംഘം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ VA ഷാജുദ്ദീൻ, KK അനിൽകുമാർ, സെക്രട്ടറി ഇൻചാർജ് പുഷ്പ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഈ സ്വീകരണം ഇവിടെയാണെങ്കിൽ 100% മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ ഞാൻ ആദ്യം മനസ്സിലാക്കിയത് 100% മാർക്കുണ്ട് എന്നാണ്. ഏതായാലും 99% മാർക്കുള്ള കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ നഷ്ടപ്പെട്ടത്. വാടാപ്പള്ളിയിലെ അഭിമാനമാണ് ഈ കുട്ടികൾ എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവർക്ക് നമ്മൾ സ്വീകരണം കൊടുക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് പറയും. ഇവർക്ക് ഈ സമൂഹത്തോട് ചിലപ്പോൾ ബാധ്യതകളില്ലേ? ഇതിന് ടോക്കാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വലിയ പറമ്പിൽ സുധാകരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഭാര്യ തങ്ക, മക്കൾ സുമ, സുനന്ദ, സുഷമ, മരുമക്കൾ ശോഭനൻ, മോഹനൻ, സുനിൽ. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. തളിക്കുളത്ത് വെച്ച് KSRTC ബസ്സിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം. ബ്ലേഡ് കൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ല. വലഞ്ഞ് ബസ് തൊഴിലാളികളും യാത്രക്കാരും. തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KSTA തൃപ്രയാറിൽ ധർണ നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.